ഇവിടെ നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസുകൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, നമുക്കിവിടെ ആദ്യം ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു ബൗണ്ടഡ് എബോവ് സെറ്റ് എസ് കൺസിഡർ ചെയ്യാം. കൂടാതെ എ ഒരു റിയൽ നമ്പർ ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പ്ലസ് എസ് എന്ന ഒരു പുതിയ സെറ്റ് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ എസിലെ ഇലമെന്റ്സിനോടെല്ലാം തന്നെ എ ആഡ് ചെയ്ത് കിട്ടുന്ന ആ സെറ്റിനെയാണ് നമ്മൾ എ പ്ലസ് എസ് എന്ന് പറയുന്നത്. So we can define A plus S as the set of all A plus smallest such that S belongs to capital S. അതായത് ക്യാപിറ്റൽ എസിലുള്ള എല്ലാ സ്മോളസ്റ്റുകളുടെ കൂടെ എ ആഡ് ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ടിംഗ് സെറ്റിനെയാണ് നമ്മൾ എ പ്ലസ് എസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതാണ്: സുപ്രീമം ഓഫ് എ പ്ലസ് എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് സുപ്രീമം ഓഫ് എസ്. അതായത് എ പ്ലസ് എസിന്റെ സുപ്രീമം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എസിന്റെ കൂടെ എ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us prove this. നമുക്ക് ആദ്യം എസിന്റെ സുപ്രീമത്തിനെ യു എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ലെറ്റ് യു ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. ഇവിടെ എസ് ബൗണ്ടഡ് എബോവ് സെറ്റ് അത് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ സുപ്രീമം പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എസ് ഈസ് എ ബൗണ്ടഡ് എബോവ് സെറ്റ് എന്നുള്ളത്. സോ യുവിനെ സുപ്രീമം ഓഫ് എസ് എന്ന് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ദെൻ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു for all x belongs to S. സുപ്രീമത്തിന്റെ ഡെഫിനിഷനിൽ നിന്ന്, അതായത് എസിലെ ഏത് എക്സ് എടുത്താലും ആ എക്സുകളെല്ലാം തന്നെ യുവിനെക്കാട്ടും ചെറുതോ അല്ലെങ്കിൽ യുവിനോട് ഈക്വലോ ആയിരിക്കും. ആൻഡ് ദിസ് ഇംപ്ലൈസ് എ പ്ലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് യു ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എസ്. ഞാൻ തൊട്ട് മുമ്പത്തെ ഇൻഇക്വാലിറ്റിയിൽ എ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരുപോലെ ആഡ് ചെയ്യുന്നു. നമ്മൾ ഈ പ്രോപ്പർട്ടി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഇൻഇക്വാലിറ്റിയുടെ ലെഫ്റ്റിലും റൈറ്റിലും ഒരു റിയൽ നമ്പർ വെച്ച് ആഡ് ചെയ്താൽ ആ ഇൻഇക്വാലിറ്റിക്ക് ഒരു ചേഞ്ച് സംഭവിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഏത് എ പ്ലസ് എക്സ് എടുത്താലും എ പ്ലസ് യുവിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. പക്ഷെ ആ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എസിലെ എലിമെന്റ്സ്. അപ്പോൾ ഏത് എ പ്ലസ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എ പ്ലസ് എസിലെ ഏത് ഇലമെന്റ് എടുത്താലും, അതാണ് അതിന്റെ അർത്ഥം. അതായത് ഫോർ ഓൾ എ പ്ലസ് എക്സ് ഇൻ എ പ്ലസ് എസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് എസിലെ ഏത് എ പ്ലസ് എക്സ് എടുത്താലും അത് എ പ്ലസ് യുവിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിലും ചെറുതോ ആയിരിക്കും. അതിനകത്ത് നമുക്ക് എന്ത് പറയാം? എ പ്ലസ് എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എ പ്ലസ് യു എന്ന് പറയാം. ദാറ്റ് ഇംപ്ലൈസ് എ പ്ലസ് യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ പ്ലസ് എസ്. ഇവിടെ അറിയാതെ പോലും എ പ്ലസ് എക്സ് എന്ന് എടുക്കരുത്. എ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എസ് എന്ന് പറയുന്ന സെറ്റിലെ ഇലമെന്റേ ആകുകയുള്ളൂ. എ പ്ലസ് എസ് എന്ന് പറയുന്നതാണ് സെറ്റ്. എ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എസിലെ ഇലമെന്റ്സ്. അത് തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? സുപ്രീമം ഓഫ് എ പ്ലസ് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് യു. കാരണം ഒരു സെറ്റിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഏത് അപ്പർ ബൗണ്ടിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയ സുപ്രീമം എ പ്ലസ് എസ് എ പ്ലസ് യുവിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. കാരണം എ പ്ലസ് യു എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണ്. സോ ഇതിനെ നമുക്ക് ഇൻഇക്വാലിറ്റി 1 എന്ന് വിളിക്കാം. ഇനി അടുത്തതായിട്ട് എ പ്ലസ് എസിലെ ആർബിട്രറി ആയിട്ട് ഒരു അപ്പർ ബൗണ്ട് വി കൺസിഡർ ചെയ്യുന്നു. സോ ഇവിടെ വി എ പ്ലസ് എസിന്റെ അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എ പ്ലസ് എസിലെ എല്ലാ ഇലമെന്റ്സുകളും, അതായത് എ പ്ലസ് എക്സുകളാണ് എ പ്ലസ് എസിലെ ഇലമെന്റ്സുകൾ. അതുകൊണ്ട് എ പ്ലസ് എസിലെ എല്ലാ ഇലമെന്റ്സുകളും ഈ വിയെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. That means a plus x is less than or equal to v for all x belongs to s. x belongs to s ആണെങ്കിലേ a plus x എവിടെ വരികയുള്ളൂ? a plus s ൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ a plus x എന്ന് പറയുമ്പോൾ x belongs to s എന്നൂടെ കൂടെ ചേർക്കുന്നത്. So v is an upper bound of a plus s implies a plus x less than or equal to v for all x belongs to s. And this implies x is less than or equal to v minus a for all x belongs to s. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസിലെ ഏത് എലിമെന്റ് എക്സ് എടുത്താലും ആ എക്സ് വി മൈനസ് എക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. അതായത് വി മൈനസ് എ ബിക്കംസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ് ആയിട്ട് മാറും. സോ ദിസ് ഇംപ്ലൈസ് വി മൈനസ് എ ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. അപ്പോൾ വി മൈനസ് എ എസിന്റെ അപ്പർ ബൗണ്ട് ആവുന്നത് കൊണ്ട് വി മൈനസ് എക്കാട്ടിലും ചെറുതായിരിക്കും എസിന്റെ സുപ്രീമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും സുപ്രീമം ഓഫ് എസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി മൈനസ് എ. കാരണം ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനി അപ്പർ ബൗണ്ട് ഓഫ് എസ്. പക്ഷെ നമ്മൾ ഇവിടെ സുപ്രീമം ഓഫ് എസിനെ യു ആയിട്ടാണ് എടുത്തിരുന്നത്. സോ യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു v minus a എന്നാകും. And this implies
എ പ്ലസ് യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. ഇവിടെ നമ്മൾ വിനെ എ പ്ലസ് എസിന്റെ എനി അപ്പർ ബൗണ്ട് എന്നാണ് എടുത്തിരുന്നത്. അപ്പോൾ വിക്ക് പകരം എ പ്ലസ് എസിന്റെ ഏത് അപ്പർ ബൗണ്ട് വേണേലും റീപ്ലേസ് ചെയ്യാം. കാരണം വി എ പ്ലസ് എസിന്റെ ഏത് അപ്പർ ബൗണ്ട് വേണേലും ആകാം. അതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എ പ്ലസ് എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയ സുപ്രീമം ഓഫ് എ പ്ലസ് എസും. കാരണം സുപ്രീമം ഓഫ് എ പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അതും ഒരു അപ്പർ ബൗണ്ട് ആണ്. അതുകൊണ്ട് ഈ വിക്ക് പകരം എന്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും? സുപ്രീമം എ പ്ലസ് എസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇംപ്ലൈസ് a plus u is less than or equal to supremum of a plus s. The reason is, as v is any upper bound of a plus s, being an upper bound of a plus s, v can be replaced by supremum of a plus s. അതായത് വി എ പ്ലസ് എസിന്റെ അപ്പർ ബൗണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിക്ക് പകരം എ പ്ലസ് എസിന്റെ ഏത് അപ്പർ ബൗണ്ട് വേണേലും നമുക്ക് അവിടെ എഴുതാം. സുപ്രീമം ഓഫ് എ പ്ലസ് എസ് എന്ന് പറയുന്നത് എ പ്ലസ് എസിന്റെ തന്നെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അതുകൊണ്ട് വിക്ക് പകരം നമുക്ക് സുപ്രീമം ഓഫ് എ പ്ലസ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനെ സെക്കൻഡ് ഇൻഇക്വാലിറ്റി ആയിട്ട് എടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇൻഇക്വാലിറ്റിയിൽ കണ്ടായിരുന്നു സുപ്രീമം ഓഫ് എ പ്ലസ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് യു എന്ന്. അതുപോലെ സെക്കൻഡ് ഇൻഇക്വാലിറ്റി കണ്ടു എ പ്ലസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എ പ്ലസ് എസ്. അപ്പം രണ്ടും കൂടെ ഹാപ്പൻ ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എ പ്ലസ് യു ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എ പ്ലസ് എസ് ഫ്രം 1 and 2. പക്ഷെ നമ്മളിവിടെ യുവിനെ സുപ്രീമം ഓഫ് എസ് ആയിട്ടാണ് എടുത്തിരുന്നത്. സോ എ പ്ലസ് സുപ്രീമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എ പ്ലസ് എസ്. ദസ് ദ റിസൾട്ട്. ഇതുപോലുള്ള അനേകം പ്രോപ്പർട്ടീസുകൾ എക്സസൈസിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കണം. അതൊക്കെ എക്സാമിനേഷന് വരാവുന്നതാണ്. Let us consider another example. Suppose that a and b are two non-empty subsets of real numbers. കൂടാതെ ക്യാപിറ്റൽ എയിലെ ഏത് എലമെന്റ്സ് എടുത്താലും ക്യാപിറ്റൽ ബിയിലെ എല്ലാ എലമെന്റ്സിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. അതായത് ഫോർ എവറി എ ഇൻ ക്യാപിറ്റൽ എ ആൻഡ് ഫോർ എവറി ബി ഇൻ ക്യാപിറ്റൽ ബി, എ is less than or equal to b. That is, capital A and capital B are two non-empty subsets of R such that a less than or equal to b for all a belongs to capital A and for all b belongs to capital B. Then supremum of capital A is always less than or equal to infimum of capital B. ഞാനിവിടെ റിയൽ ലൈൻ കൺസിഡർ ചെയ്യുന്നു. ക്യാപിറ്റൽ എയിലെ എലമെന്റ്സിനെയൊക്കെ ഞാൻ ബ്ലൂ കളർ ഇട്ട് ഷെയ്ഡ് ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ബിയിലെ എല്ലാ എലമെന്റ്സും ക്യാപിറ്റൽ എയിലെ എല്ലാ എലമെന്റ്സിനെക്കാട്ടിലും വലുതാണ്. ഞാൻ ക്യാപിറ്റൽ ബിയിലെ എലമെന്റ്സിനെ യെല്ലോ കളർ ഇട്ട് മാർക്ക് ചെയ്യുന്നു. ക്യാപിറ്റൽ ബിയിലെ എലമെന്റ്സ് എല്ലാം തന്നെ എയിലെ എലമെന്റ്സിനെക്കാളും വലുതായതുകൊണ്ട് എയിലെ എലമെന്റ്സിന് ശേഷം മാത്രമേ ബിയിലെ എലമെന്റ്സ് വരികയുള്ളൂ. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ബ്ലൂ കളർ വന്നിരിക്കുന്ന ആ സെറ്റിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിരിക്കും വരുന്നത്. അത് ഞാൻ റെഡ് കളർ ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അതായത് സുപ്രീമം ഓഫ് എ. ഇനി യെല്ലോ കളർ വന്നിരിക്കുന്ന സെറ്റ് ബിയിലെ എലമെന്റ്സിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലോവർ ബൗണ്ട്, അതായത് ഇൻഫിമം ഓഫ് സെറ്റ് ബി എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും വരുന്നത്. അതിന് ഞാൻ ഗ്രീൻ കളർ ഇട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഇൻഫിമം ഓഫ് ബി. ഇവിടെ ഈ സുപ്രീമം ഇൻഫിമം ഒരേ പോയിന്റ് ഈക്വൽ ആയിട്ട് വേണേലും വരാം. അപ്പോൾ നമുക്ക് റിസൾട്ട് സുപ്രീമം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി എന്നായി മാറും. നൗ ലെറ്റ്സ് പ്രൂവ് ദിസ്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു പർട്ടിക്കുലർ എലമെന്റ് ബി കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടി വെച്ച് ക്യാപിറ്റൽ എയിലെ ഏത് സ്മോൾ എ എടുത്താലും ക്യാപിറ്റൽ ബിയിലെ ഈ സ്മോൾ ബിയെക്കാട്ടിലും ചെറുതായിരിക്കും അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. ഇവിടെ ഓർക്കുക, നമ്മൾ ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എയിലെ എല്ലാ എലമെന്റ്സിനെയാണ്. അതേസമയം ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയിലെ ഒരു പർട്ടിക്കുലർ എലമെന്റിനെ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരൊറ്റ ബി മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫോർ ഓൾ ബി ഇൻ ബി എന്ന് എഴുതാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് നമുക്ക് പറയാം? ക്യാപിറ്റൽ എയിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് എല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ ബിയെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ പർട്ടിക്കുലർ എലമെന്റ് ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയുടെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് നമുക്ക് പറയാം. Therefore, this implies B is at upper bound of A. B എയുടെ അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എയുടെ സുപ്രീമം എന്ന് പറയുന്നത് ബിയെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. കാരണം നമുക്കറിയാം ഏതൊരു സെറ്റിന്റെ സുപ്രീമം എന്ന് പറയുന്നത് ഏതൊരു അപ്പർ ബൗണ്ടിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. സോ നമുക്ക് കിട്ടി സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയിലെ ഒരു ആർബിട്രറി ആയിട്ട് എടുത്ത
ഒരു സ്മോൾ ബിയെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആണെന്ന് കിട്ടി. കാരണം നമുക്കറിയാം ഏതൊരു സെറ്റിന്റെയും സുപ്രീമം അഥവാ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആ സെറ്റിന്റെ ഏത് അപ്പർ ബൗണ്ടുകളെക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ക്യാപിറ്റൽ ബിയിലെ ഒരു ആർബിട്രറി എലിമെന്റ് ആയിട്ടാണ് സ്മോൾ ബിയെ എടുത്തിരുന്നത്. അതുകൊണ്ട് ഈ സ്മോൾ ബിക്ക് പകരം ക്യാപിറ്റൽ ബിയിലെ ഏത് എലിമെന്റ് വന്നാലും ഈ ഇൻഇക്വാലിറ്റിക്ക് ഒരു ചേഞ്ചും സംഭവിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. അതായത് ക്യാപിറ്റൽ ബിയിലെ ഏത് സ്മോൾ ബി എടുത്താലും ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. So, since small b being arbitrary element of capital B, inequality 1 holds for every b in capital B. That is, supremum of a less than or equal to b for all b belongs to capital B. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ ബിയിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് സുപ്രീമം ഓഫ് എ എന്ന റിയൽ നമ്പറിനെക്കാട്ടിലും വലുതായിരിക്കും അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. അതായത് സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയുടെ ഒരു ലോവർ ബൗണ്ട് ആയിട്ട് മാറും. So, this implies supremum A is a lower bound of capital B. ഇവിടെ supremum of A capital Bയുടെ lower bound ആയതുകൊണ്ട് ആ lower bound capital Bയുടെ greatest lower bound ആയ infimum of B യെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. So, we can say supremum of A is less than or equal to infimum of B. കാരണം ഒരു സെറ്റിന്റെ ഏത് ലോവർ ബൗണ്ടും ആ സെറ്റിന്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു ലോവർ ബൗണ്ട് ആയിട്ടാണ് നമുക്ക് സുപ്രീമം ഓഫ് എ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ബി എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് ബി ആണ്. സോ ഈ റിസൾട്ട് വെച്ചാണ് സുപ്രീമം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റിയത്. ഹെൻസ് ദ റിസൾട്ട്.